ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ മീൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഉള്ളി ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്രയും കൂടി ആയാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും അതേപോലെ തന്നെ തക്കാളിയുമാണ് കേട്ടോ. ഞാനിവിടെ 2 തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, കാരണം മൺചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. ഞാനിതവിടെ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിതവിടെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചതും കൂടെ ഒരു 1/2 സ്പൂണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഈ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ വീണ്ടും ഞാനിത് അവിടെ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 3/4 സ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, തക്കാളി ഉള്ളിയൊക്കെ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പുളി വേണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു 3 പുളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാനിവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൺചട്ടിയുടെ ചൂടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കറി ഇപ്പോഴും ഒന്ന് തിളക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ആ തിളയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി. അപ്പോൾ അതങ്ങനെ നമ്മളിപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതെപ്പോഴും ഇങ്ങനെ ഇളക്കി നോക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ആ തിളക്കലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ മീൻ കറി ഇതവിടെ റെഡിയായി. ഈ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.